ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10 മാത്തമാറ്റിക്സ് 7th ചാപ്റ്റർ കോർഡിനേറ്റ് ജോമെട്രിയിലെ എക്സസൈസ് 7.2 ക്വസ്റ്റ്യൻ നമ്പർ 9. Find the coordinate of the point which divide the line segment joining A -2 2 and B 2 8 into 4 equal parts. A -2 2 എന്ന പോയിന്റും B 2 8 എന്ന പോയിന്റും ജോയിൻ ചെയ്യുന്ന ലൈനിനെ 4 ഈക്വൽ പാർട്ട് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ്സിന്റെ കോർഡിനേറ്റ് കാണാനാണ്. അപ്പോൾ എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്ത് ഞാൻ ലൈൻ വരച്ചിട്ടുണ്ട്. അതിനെ 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. 1 2 3 4. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഡി കണ്ടുപിടിക്കാൻ പോവാണ്. ഈക്വൽ പാർട്സ് ആണല്ലോ, 1 1 1 1 എന്നാണ് വരിക. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ മീൻസ് അവിടുത്തെ റേഷ്യോ 1:1:1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡി എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എ ബി ഡിവൈഡ്സ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ്. ഡി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. ഇനി ഈ ഡിയുടെ പോയിന്റ് ആണ് ഞാൻ ആദ്യം കാണുന്നത്. M1 X2 വെച്ചാണ് കേട്ടോ. അവിടെ M1 ഞാൻ 1 എന്ന് എടുത്തു. ഡി എന്ന് പറയുന്ന മിഡ് പോയിന്റ് ആണല്ലോ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും സെയിം ആണ്. നോക്കിയേ, അതെങ്ങനെ 1 എടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിച്ചോട്ടോ. ആദ്യം 4 ഈക്വൽ പാർട്സ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 1:1:1:1 എന്ന് വരും. അപ്പോൾ എ ഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2:, ഡി ബി എത്രയാ 2. അതിനെ ചെറുതാക്കുമ്പോൾ 1:1 അല്ലേ, കണ്ടോ? ഓക്കെ, റേഷ്യോ എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും റേഷ്യോനെ എഴുതാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഡി എന്ന് പറയുന്നത് ഒന്നുകൂടെ ഡി എന്ന് പറയുന്ന പോയിന്റ് എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. കാരണം ഇതെല്ലാം ഈക്വൽ പാർട്സ് ആണ്. അപ്പൊ എ സി 1 ആണ്, സി ഡി 1 ആണ്, ഡി ഇ 1 ആണ്, ഇ ബി 1 ആണ്. അപ്പൊ എ ഡി എത്രയായിരിക്കും 2, ഡി ബി എത്രയായിരിക്കും 2. അപ്പോൾ 2:2. അതിനെ ചെറുതാക്കുമ്പോൾ 1:1. അതാണ് M1 M2. ഓക്കെ, അപ്പോൾ 1:x2 2 പ്ലസ് M2 1:x1 -2 ഡിവൈഡഡ് ബൈ M1 + M2 1 + 1. ഇവിടെ M1 1:y2 8 പ്ലസ് 1:y1 2 ഡിവൈഡഡ് ബൈ 1 + 1. ഇനി 1:2 2 ആണ്, 1 -2 -2 ആണ് ഡിവൈഡഡ് ബൈ 1 + 1 2. 1:8 8 ആണ്, പ്ലസ് 1:2 2 ആണ്. ദെൻ 2 - 2 0, 8 + 2 10. 0/2 ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 ആണ് ആൻസർ. ആൻഡ് 10/2 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഡിയുടെ പോയിന്റ് കിട്ടി. ഡി എന്ന് പറയുന്ന പോയിന്റ് കിട്ടി എത്രയാ 0 5. ഓക്കെ, അപ്പോൾ എ -2 2, ഡി 0 5, ബി 2 8. ഇനി നോക്കിയേ, 4 ഈക്വൽ പാർട്സ് ആണല്ലോ. ഇനി ഈ സി എന്ന് പറയുന്ന പോയിന്റ് എ ഡിയുടെ മിഡ് പോയിന്റ് ആണ്. എ ഡിയുടെ മിഡ് പോയിന്റ് ആണ് കേട്ടോ. അതേപോലെ ഇ എന്ന് പറയുന്ന പോയിന്റ് ഡി ബിയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ മിഡ് പോയിന്റിന് വെച്ചുകൊണ്ട് 1:1 വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കാണാം. ഇ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ഡി ബി. അത് ഞാൻ ഇ ആണ് കാണുന്നത് കേട്ടോ. 1:1 തന്നെ ആയിരിക്കും ഇവിടെയും വരിക. കാരണം ഈക്വൽ പാർട്സ് 4 ഈക്വൽ പാർട്സ് ആണ് ആക്കുന്നത്. അപ്പോൾ ഡി ഇ ഈസ് ടു ഡി ബി എത്രയായിരിക്കും 1:1. അപ്പോൾ M1 M2 കിട്ടി അല്ലെ. ഇ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ഡി ബി. ഇനി ഇവിടുത്തെ x1 ഇവിടുത്തെ x1 ഇതാണ് കേട്ടോ. ഇത് y1, ഇത് x2, ഇത് y2. ഓക്കെ, അപ്പൊ M1 × 2 അഥവാ M1 X2 ആണ്. അപ്പൊ 1:2 പ്ലസ് 1:0 ഡിവൈഡഡ് ബൈ 1 + 1. 1:8 പ്ലസ് 1:5 ഡിവൈഡഡ് ബൈ 1 + 1. 1:2 2 ആണ്, 1:0 0 ആണ്. അപ്പൊ 2 + 0 മൈനസ് അല്ല കേട്ടോ, മൈനസ് ഒന്ന് പോയി അവിടെ അല്ലേ. 2 + 0 1:8 8 പ്ലസ് 1:5 5. 1 + 1 2, 1 + 1 2. 2 + 0 2 തന്നെയാണ്. 8ക്ക് 5 കൂട്ടിയാൽ 13. അപ്പൊ 2/2 1 എന്ന് കിട്ടും, മറ്റത് 13/2 എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ ഇ എന്ന് പറയുന്ന പോയിന്റ് 113/2. ഇ എന്ന് പറയുന്ന പോയിന്റ് 113/2. അപ്പോൾ എ -2 2, സി നമുക്ക് കിട്ടിയിട്ടില്ല. ഡി 0 5, ഇ 113/2, ബി 2 8. ഇനി അടുത്തത് സി കാണാൻ പോവാണ്. സി എന്ന് പറയുന്ന പോയിന്റ്
എയുടെയും ഡിയുടെയും മിഡ് പോയിന്റ് ആണ് അല്ലേ? നോക്കിയേ, സി എന്ന് പറയുന്നത് 4 ഈക്വൽ പാർട്സ് അല്ലേ ആക്കി ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 1:1:1:1. ഓക്കെ, അപ്പോൾ ഇവിടുത്തെയും റേഷ്യോ 1:1 ആണ്. സി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ഡി. ദെൻ നമ്മൾ വാല്യൂ കൊടുത്തു. ഇനി ഇവിടെ x1 y1 ഏതെടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് x1 y1, ഇത് x2 y2. വാല്യൂ കൊടുത്തു. 1 × 0 പ്ലസ് 1 × -2 ഡിവൈഡ് ബൈ 1 + 1. 1 × y2 5 ആണ്, പ്ലസ് 1 × m1 m2 1 ആണല്ലോ, y1 2 ഡിവൈഡ് ബൈ 1 + 1. 1 × 0 0 മൈനസ് 1 × -2 -2 ഡിവൈഡ് ബൈ 1 + 1 2. 1 × 5 5 പ്ലസ് 1 × 2 2. 5 + 2 7. 0 - 2 എത്രയാ? -2. അപ്പോൾ -2/2. 2/2 1 ആണ്. ഒരെണ്ണം നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ മൈനസ് ആവും. സോ -1 7/2 എന്ന് കിട്ടും. അപ്പോൾ സിയുടെ കോർഡിനേറ്റ് കിട്ടി -1 7/2. എ -2 2, സി -1 7/2, ഡി 0 5, ഇ 1 13/2, ബി 2 8. ഓക്കെ, അപ്പൊ എ ബി എന്ന് പറയുന്ന പോയിന്റിനെ 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ.